ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് അലീന. അലീന ആരാണെന്ന് വൈജയന്തി തിരിച്ചറിയുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡ്. തൻ്റെ സ്വന്തം മകളാണ് അലീനയെന്ന് വൈജയന്തി തിരിച്ചറിയുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ അലീനയെ ആ വീട്ടിൽ നിന്ന് വീണ്ടും വൈജയന്തി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം ബാലചന്ദ്രനുമായിട്ട് അലീനയ്ക്ക് അവീത ഉണ്ടെന്ന പേരിലായിരുന്നു. ബാലചന്ദ്രന് അതോടകം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. വൈജയന്തിയുടെ മകളാണ് അലീന എന്ന കാര്യം. അതറിഞ്ഞതോടുകൂടി അലീനയോട് കൂടുതൽ അടുക്കുകയും വൈജയന്തിയോട് ചെറിയൊരു അകൽച്ച കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം താൻ ഇത്രയേറെ വിശ്വസിച്ച തൻ്റെ ഭാര്യ ഒരു മകളുണ്ട് വിവാഹത്തിന് മുമ്പെന്നറിഞ്ഞ ഏതൊരു ഭർത്താവിനും തോന്നുന്ന ആ ഒരു അകൽച്ച മാത്രമേ ആ ഒരു സമയത്ത് ബാലചന്ദ്രനുള്ളൂ. എന്നാലോ ബാലചന്ദ്രൻ ആ സമയത്തെല്ലാം അലീനയോട് വലിയ സ്നേഹവും അടുപ്പവും കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഒട്ടും തന്നെ വൈജയന്തി സഹിക്കുന്നില്ല. ഇതിൻ്റെ പേരിലെ വൈജയന്തി പല ദിവസം വഴക്കാവാണ്. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ പറയും, ഞാൻ നിന്നോട് അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവം കൊണ്ടാണ്. പിന്നെ അലീനയോട് അവളോട് ഞാൻ കൂടുതൽ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. അവൾ എനിക്കെൻ്റെ മകളെ പോലെയാണ്. ഇത് കേട്ട വൈജയന്തി പറയും, അതിപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കണ്ട നിങ്ങൾ ആണുങ്ങളൊക്കെ മയങ്ങും. നിങ്ങളെ മകളൊന്നുമല്ലല്ലോ, മകളെപ്പോലെ എന്നൊക്കെ പറയാം. നിങ്ങൾക്കിവിടെ 3 മക്കളുണ്ട്. അവരെ നിങ്ങൾ മകളായി കണ്ടാൽ മതി. അതെന്താ, എൻ്റെ മകളെ പ്രായമല്ലേ ഉള്ളൂ അലീനയ്ക്ക്. അവളെൻ്റെ മകളായി കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വൈജയ്? അതൊന്നും എനിക്കറിയണം. നിനക്ക് നിന്റെ നെഞ്ചു തൊട്ട് പറയാൻ പറ്റുമോ എന്നെ ചതിച്ചിട്ടില്ലെന്ന്? നീ ഇത്രക്കും വലിയ പരിശുദ്ധിയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇത് കേട്ട വൈജയന്തി ഒന്നും മിണ്ടാതെ വാ അടച്ച് നിൽക്കാട്ടോ. എന്താ ബാലചന്ദ്ര, ഈ ഒരു പ്രായത്തിൽ എന്നെ സംശയമാണോ? അത് തന്നെ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. നിനക്ക് ഈ പ്രായത്തിൽ എന്നെ സംശയമാണോന്ന്? അല്ല, നിങ്ങളുടെ ആണുങ്ങളെ മനസ്സ് എനിക്കറിയാം. ഭാര്യയ്ക്ക് പ്രായമായെന്ന് തോന്നിയാൽ അവർക്ക് മറ്റൊരു സ്ത്രീയെ തേടി പോകുന്നത് പതിവാണ്. അങ്ങനെയുള്ള ഒരാളാണോ ഇത്രയും കാലമായിട്ട് നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? നിനക്കെൻ്റെ സ്നേഹം മനസ്സിലായിട്ട് അങ്ങനെയാണോ? ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഞാൻ വൈജയന്തിയെ ചതിച്ചിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ചതിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത്? വൈജയുടെ തിരിച്ച് ചോദ്യം കേട്ടപ്പോൾ ഒരു പുച്ഛത്തോടെ ബാലചന്ദ്രൻ പറയുന്നത് ആർക്കറിയാം. നീ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് അത്ര ഉറപ്പിച്ച് പറയാനൊന്നും പറ്റുന്നില്ല. എന്താ ബാലചന്ദ്ര ഇത്? ഞാൻ അലീനയെ നിങ്ങളെയും സംശയിക്കുമ്പോൾ നിങ്ങൾ എന്നെ സംശയിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നീ എന്നെ സംശയിക്കുമ്പോൾ എനിക്ക് എത്ര വേദനയുണ്ടോ അതേ വേദന നീയും അനുഭവിക്കണം. എന്നാൽ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയായാലും അവളെ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, പലരുടെയും മുഖം മനസ്സിലാക്കാനും എന്നെക്കൊണ്ട് പറ്റി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മുള്ളും മുനയും വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ വൈജയന്തിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. വീണ്ടും വൈജയന്തിയാണെങ്കിലും പഴയ കാര്യങ്ങളൊന്നും തീരെ തന്നെ ഓർമ്മയില്ല. അങ്ങനെ ഒരു പ്രസവം നടന്നിട്ടുണ്ടെങ്കിലും വൈജയന്തിയുടെ മനസ്സിൽ ആ കുഞ്ഞു മരച്ചുപോയെന്ന് കുഞ്ഞിരാമനും ശിവേട്ടനും പറയാതെ മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും വൈജയന്തിക്ക് അറിയില്ല. അത് ആ ഒരു പേരിൻ്റെ ബലത്തിലാണ് വൈജയന്തി പലപ്പോഴും ബാലചന്ദ്രനോട് വഴക്കിടുന്നത്. അതിനുശേഷം ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് വൈജയന്തി പറയുന്നുണ്ട്, അലീന ഇനി പോട്ടെ, അമ്മയ്ക്കിപ്പോൾ സുഖമായല്ലോ, ഇവിടെ ഒരു വേലക്കാരൻ്റെ ആവശ്യമില്ല. അവൾ പോട്ടെ എന്ന് തീരുമാനിക്കാം നീയാണോ? ഞാനാണ് ഈ കുടുംബനാഥൻ. ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ അവൾക്ക് ജോലിയുണ്ട്. നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കളുടെയും എൻ്റെയൊക്കെ കാര്യം ആര് നോക്കും? ഇനി ഞാൻ നോക്കിക്കോളാം. അവളെ ഇവിടെ ആവശ്യമില്ലെന്ന് വീണ്ടും തീർത്ത് പറയാണ്. എന്നാൽ വൈജയോട് ബാലചന്ദ്രൻ പറയും, എന്തായാലും നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം വൈജയന്തിയാണല്ലോ നേരെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അമ്മേ, അവൾ വന്നതിന് ശേഷം എനിക്ക് എന്നെ ഇപ്പോൾ കണ്ടുകൂടാ. ബാലചന്ദ്രന് എപ്പോഴും ബാലേട്ടൻ എന്നെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിന്റെ സ്വഭാവം കൊണ്ടല്ലേ? അവനെ നീ ചുമ്മാ സംശയിക്കണോ? അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. പിന്നെ അലീനയുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റും വരില്ല. അവൾ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താ ബാലചന്ദ്രനെ കാണുന്നത്. ഓഹോ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കെട്ടാണ്. സ്വന്തം അച്ഛനും മോളും നിങ്ങൾക്കൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇപ്പോൾ അങ്ങനെ പ്രായമൊന്നുമില്ല. ഇപ്പോൾ ഏവർക്കും ആർക്കും ആരോടും പ്രണയം തോന്നാം. അങ്ങനൊരു കാലഘട്ടമാണ്. എന്നാലും അലീനയെ നീ ആ ഗണത്തിൽ പെടുത്തേണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ബാലചന്ദ്രനോടായിട്ട് പറയും, എന്താടാ ഈ കേൾക്കുന്നത്? നീ എന്തിനാ അലീനയോട് എപ്പോഴും സംസാരിക്കുന്നത്? വൈജയന്തിയെ ചൊടിപ്പിക്കാനായിട്ട് നീ എന്തിനാ അതിനൊക്കെ മുതിരുന്നത്? എൻ്റെ അമ്മേ, അവൾ എൻ്റെ മോളെപ്പോലെ തന്നെയല്ലേ. പിന്നെ എന്താ ഞാൻ സംസാരിച്ചാലും വൈജയന്തിയുടെ മനസ്സിനും കണ്ണിനാണ് കേട്, അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ വീണ്ടും ആ പ്രശ്നം വല്ലാതെ അങ്ങനെ പ്രശ്നത്തിലേക്ക് പോവാണ് കേട്ടോ. ഓരോ ദിവസം ഒരു സമാധാനം ഇല്ലാതാവാണ്. ഒടുവിൽ ബാലചന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ ഈ അലീന ആരാണെന്ന്. ഞാൻ എൻ്റെ മോളെപ്പോലെ കാണുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. അവൾ എൻ്റെ മോൾ തന്നെയാണ്. വൈജയന്തിയുടെ മകളാണ് അവൾ എന്ന് പറയുമ്പോൾ
മുത്തശ്ശി അത് നെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതല്ലേ? ആ വൈജയന്തിക്ക് ഒരു വിവാഹത്തിന് മുമ്പേ ആരുമായിട്ടോ പ്രണയമുണ്ടായിരുന്നു. അതിൽ ജനിച്ച കുഞ്ഞല്ലേ ഈ അലീന? അതോ നിങ്ങളെല്ലാവരും കൂടെ മറച്ചു വെച്ചു അവൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു? എന്നിട്ട് എത്ര ഭംഗിയാട്ടാ എല്ലാവരും അഭിനയിച്ചത്. ഇത് കേട്ട മുത്തശ്ശിക്കാണെങ്കിലോ ഈ കാര്യത്തിലൊന്നും ഒരറിവുണ്ടായിരുന്നില്ല. കുഞ്ഞിരാമ മേനോനും ശിവനും കൂടെയാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. ഇത് കേട്ട മുത്തശ്ശി നെഞ്ചത്ത് കൈവച്ച് എന്തൊക്കെയാടാ ഈ പറയുന്നത്? അല്ലെങ്കിൽ അലീനയോട് ചോദിച്ചു നോക്ക്. അവളുടെ അമ്മയുടെ വീടാണെന്ന് അറിഞ്ഞോടെ തന്നെ അവൾ ഇങ്ങോട്ട് വന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രീത മമ്മി മുത്തശ്ശനെ കാണാൻ വന്നല്ലോ. അച്ഛനെ അത്രയും ദൂരം വന്ന് ആ മമ്മി കാണാൻ വന്നെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയതാ. അച്ഛനെന്തോ ചാരിറ്റി പ്രവർത്തനം ചെയ്തെന്നോ. അറ്റികൈക്ക് ഉപ്പ് തേക്കാതെ കുഞ്ഞിരാമൻ മേനോൻ അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യായിരുന്നു. അത്രയും പ്രായമായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അച്ഛനെ കാണാൻ വരിക, അതിൻ്റെ പിന്നിലായിട്ട് മനുവിനെയും കൂട്ടി രഹസ്യമായിട്ട് അവിടെ പോവുക, എന്നിട്ടൊരു ഹോം നേഴ്സിനെ ബുക്ക് ചെയ്യുക, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷേ സംശയിക്കേണ്ട കാര്യമില്ലെന്നാ പിന്നെ എനിക്ക് തോന്നിയത്. എന്നാൽ അവൾ എല്ലാ വ്യക്തതയോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അവളുടെ പരിചിത മമ്മി അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മ ഇവിടുത്തെ വൈജയന്തിയാണെന്നും കുഞ്ഞിരാമൻ മേനോൻ്റെ പേരക്കുട്ടിയാണെന്നും ഒരു അവസ്ഥയിൽ അവൾ അവിടെ ആക്കിയതാണെന്നും ഈ കാര്യം ആരോടും പറയരുതെന്ന് വാക്ക് കൊടുത്തിരുന്നു അവൾ. പക്ഷേ ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും മുത്തശ്ശി ഇപ്പോൾ അമ്മ ഇപ്പോൾ ആലോചിക്കുന്നത്. അവൾക്ക് വന്ന ഒരു രേവതിക്കുട്ടിയില്ലേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന, അവൾ വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ എല്ലാ സത്യങ്ങളും അവൾ എന്നോട് തുറന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മറ്റ് 3 മക്കളെ ആലോചിച്ചാൽ ഇതൊരു വലിയൊരു വിഷയമാക്കാത്തത്. വൈജയന്തി വീണ്ടും വീണ്ടും എന്നിങ്ങനെ കുത്തി നോവിക്കാണെങ്കിൽ ഇതൊക്കെ എനിക്കങ്ങ് പറയേണ്ടി വരും. ഇത് കേട്ട മുത്തശ്ശിയാകെ ചങ്കു പിടിഞ്ഞ് നിൽക്കാട്ടോ. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് എന്ന മട്ടിലാണ്. മോളെ, നീ എൻ്റെ പേരക്കുട്ടിയാണോ? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? മുത്തശ്ശി, ഒരിക്കലും ഇവരാരുടെയും ജീവിതം തകർക്കണമെന്ന ഉദ്ദേശത്തിലല്ല ഞാൻ വന്നത്. ഒരു മറക്കപ്പുറം എനിക്ക് എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരിടമില്ല പോവാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ മുത്തശ്ശൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ പേരിൽ മനുവേട്ടനെ എനിക്ക് ജോലി വാങ്ങിത്തരാനും ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ജോലി വാങ്ങി ഞാനങ്ങ് പോകുമായിരുന്നു. എനിക്ക് ആരുടെയും അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ആവശ്യമില്ല. എന്നാലും മോളെ, നിന്നെ ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പൊട്ടിക്കരയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വൈജയന്തിയാണെങ്കിലോ ഇതൊന്നും അറിയില്ല. ബാല, ഒരിക്കലും വൈജ ഇതറിയരുത്. അവൾക്കത് താങ്ങാൻ കഴിയില്ല. അവളെ അന്ന് ചതിച്ചതാണെന്ന് അവൾ പറയും. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതെ, എന്നെയും എല്ലാവരും കൂടെ ചതിച്ചതല്ലേ, ഞാൻ സഹിച്ചില്ലേ. പക്ഷേ നിന്നെപ്പോലെ ആയിരിക്കില്ല, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ല ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ചതിച്ചു, എന്നെ പറ്റിച്ചു. പക്ഷേ വൈജ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൾ എന്നെ ഒരിക്കലും ചതച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഒരു സ്നേഹം എനിക്കിപ്പോഴും അവളോടത്തുണ്ട്. അങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാൻ എനിക്കാവില്ലല്ലോ. വിവാഹത്തിന് മുമ്പ് തെറ്റ് പറ്റിയതായിരിക്കാം. എന്താണെന്ന് സംഭവിച്ചെന്ന് ഞാൻ ശിവേട്ടനോട് ചോദിച്ചായിരുന്നു എന്ന് പറയാനും. അങ്ങനെ വൈജയന്തി ആണെങ്കിലോ ഈ വിവരം അലീനയുടെയും ബാലചന്ദ്രൻ്റെയും വിവരം പറയാനായിട്ട് ശിവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശിവൻ അവളെ കണ്ടതും, എന്താ വൈജ, എന്ത് പറ്റിയത്? നിന്റെ മുഖത്താ ഇങ്ങനെ? എന്താ ശിവേട്ട ഇത്? പെണ്ണിനെ അവിടുന്ന് പറഞ്ഞു വിടണം. ബാലചന്ദ്രൻ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഏത് സമയം അവളെടുത്ത് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നെ അദ്ദേഹത്തിനൊരു പുച്ഛമാണ്. എന്തൊക്കെയോ കുത്തി കുത്തി പറയുന്ന പോലെ. എന്താ വൈജ നീ ഈ പറയുന്നത്? ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്യോ? പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണോ കള്ളം? അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അലീന എന്ന പെൺകുട്ടിയും അങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശിവനടുത്ത് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് തന്നെ അതോട് തന്നെ ഒരു ഒഴുക്കം മട്ടില്ലാട്ടോ വൈജയന്തിയോട് സംസാരിക്കുന്നത്. നീ ഇതിൻ്റെ പേരൊന്നും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ജീവിതം ഒന്നേയല്ലേ ഉള്ളൂ. അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയേക്ക്. എന്താ ശിവേട്ട, നിങ്ങളൊക്കെ ഈ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കാണോ? അങ്ങനെയല്ല മോളെ, നിന്നെ ഞങ്ങൾ ഇതുവരെ ഒഴിവാക്കിയിട്ടുണ്ടോ? നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നല്ലേ ഞാനും അച്ഛനും കൂടെ. ബാലചന്ദ്രൻ നല്ലവനാ, അവൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. അപ്പോൾ ഞാനാണോ ചതിക്കാൻ നടക്കുന്നത്? വൈജയ്, കഴിഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട. വെറുതെ ബാലചന്ദ്രനെ സംശയിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ വൈജയന്തിനെല്ലാം മനസ്സ് വിഷമിച്ച് വരാട്ടോ. ആ ഒരു സമയത്ത് കാണുന്ന കാഴ്ച ബാലചന്ദ്രനാണെങ്കിലോ തീരെ വയ്യാതെ കിടക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നെഞ്ചുവേദന എടുക്കുന്നതുകൊണ്ടായിരിക്കും അലീന ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ സാറേ, എന്താ പറ്റിയത്? വല്ലാതെ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അത് വേണ്ട, നീ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ അലീന കിച്ചണിൽ ചെന്നിട്ട് ചൂടുവെള്ളവുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രന് കൊടുക്കാണ്. ബാലചന്ദ്രൻ അത് കഴിച്ചതിന് ശേഷം, അല്ലോ നല്ല വേദനയുണ്ട്, എന്നാൽ സാറേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, ഞാൻ വിളിക്കാം. അത് വേണ്ട, കുറേ സമയം കിടന്നാൽ മാറിക്കോളും. ആ ഒരു സമയത്ത് ഒരു തോർത്തിൽ ചെറിയ ചൂടുവെള്ളം എടുത്തുകൊണ്ട് ആ നെഞ്ചുഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കായിരിക്കും അലീന.
അവളിങ്ങനെ നോക്കുന്നുണ്ട്. മോളെ, നീ എൻ്റെ മക്കൾ പോലും എന്നോട് ഇതുപോലെ പെരുമാറുമോ എനിക്കറിയില്ല. പക്ഷേ ഞാനെന്തിനാ സാറിനോട് അകൽച്ച് കാണുന്നത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് സാറിനെ കണ്ടിട്ടുള്ളത്. എന്നിട്ടാണോ ഈ സാറേ വിളി? പക്ഷേ എനിക്കങ്ങനെ വിളിക്കാനുള്ള അവകാശവും അധികാരങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ അവൾ ചോർത്ത് നനച്ചുകൊണ്ട് നെഞ്ചിങ്ങനെ തടവി കൊടുക്കായിരിക്കും. ആ സമയത്താണ് ബാങ്കിൽ നിന്ന് കുറച്ച് നേരത്തെ വൈജയന്തി വരുമ്പോൾ കാണുന്ന കാഴ്ച. അലീന ഇങ്ങനെ പുറന്തിരി നിൽക്കുന്നതോട് തന്നെ എന്താണ് അവൾ ചെയ്തതെന്ന് വ്യക്തമായിട്ട് കാണുന്നില്ല. അവിടെ കിടക്കുന്ന ബാലചന്ദ്രനെയാട്ടോ കാണുന്നത്. അവർ രണ്ടുപേരും എന്തോ ഒരു അരുതാത്ത സംഭവിക്കുന്ന പോലെയാണ് വൈജയന്തിയുടെ കണ്ണിൽ കാണുന്നത്. എടി എന്ന് വിളിച്ച് അലറുന്നുണ്ട് നെട്ടലോട് കൂടെ. തിരിഞ്ഞു നോക്കാണ് അലീന. നിനക്കെന്താടി ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ കാര്യമെന്ന് ചോദിച്ച് ഒറ്റ അലർച്ചയായിരുന്നു കേട്ടോ. എന്നിട്ട് അലീനയുടെ കവിളടക്കൊന്ന് കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്ര, വെറുതെ ഈ അടി നിങ്ങൾക്കായിരുന്നു ഞാൻ തരേണ്ടത്. ഭാര്യയില്ലാത്ത സമയത്ത് വേലക്കാരി പെണ്ണിനെ റൂമിൽ കയറ്റിയിരിക്കുന്നു. നാണമുണ്ടോ? ഇത്രയും വലിപ്പമുള്ള പെൺമക്കളുണ്ടല്ലോ നിങ്ങൾക്ക്. എൻ്റെ ജയെ, നീ എന്ത് കരുതിയിട്ടാ ഈ പറയുന്നത്? അലീന എനിക്ക് നെഞ്ചുവേദന എടുത്തുകൊണ്ട് വെള്ളം കൊണ്ടുവന്ന് തരാൻ വന്നതാ. അങ്ങനെയാണെങ്കിൽ വെള്ളം തന്നിട്ട് അവൾ പോകണമായിരുന്നു. അവൾക്കെന്തായിരുന്നു ഇവിടെ പണി? അപ്പോഴാണ് വൈജയന്തി ആ കാഴ്ച കാണുന്നത്. അവളുടെ കയ്യിൽ ഒരു തോർത്തുണ്ടെന്ന കാര്യം. എന്താ നിനക്ക് ഇവിടെ പണി? നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? പേടിക്കൊണ്ട് അലീനക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. അലീന കരഞ്ഞോണ്ട് കിച്ചണിലേക്ക് ഓടിപ്പോവാണ്. എൻ്റെ വൈജയ്, എന്നെ നെഞ്ചുവേദന എടുത്ത് ഇവിടെ കിടക്കായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആ കുട്ടി ഒരുപാട് തവണ പറഞ്ഞതാ. വേണ്ട, നീ വരട്ടെ എന്ന് കരുതി ഞാൻ ഇവിടെ കിടന്നതാ. കുറച്ച് ആശ്വാസമാവുമല്ലോ എന്ന് കരുതി. ഗ്യാസ് പ്രോബ്ലം ആണെങ്കിൽ അത് മാറിക്കിട്ടുമെന്ന് കരുതി കുറച്ച് ചുടുവെള്ളം എടുത്ത് തടവിക്കൊണ്ടിരിക്കായിരുന്നു അവൾ. നീ എന്ത് കരുതിട്ടാ ഇതിനോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? ആഹോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അടവ്. പക്ഷേ ഇനി ഞാൻ ഇത് വെച്ച് മാറ്റില്ല. അവളെ ഈ വീടിൽ ഒരു നിമിഷം ഞാൻ നിർത്തില്ല. എടി, നിന്റെ ബാഗും പെട്ടിയും കൊടുക്കൊക്കെ എടുത്തോ, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. ഇനി നീ ഇവിടെ നിൽക്കുമെന്ന് ഒരിക്കലും നീ കരുതേണ്ട. നിന്നെ ഇവിടെ നിർത്താൻ വേണ്ടി ഇവർക്കൊക്കെ ആയിരുന്നല്ലോ വലിയ ഉത്സാഹം. പക്ഷേ നീ ഇനി ഇവിടെ വേണ്ട എന്ന് കടുപ്പിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. ഓഹോ, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മയും ഇതിന് കൂട്ടാണല്ലോ എന്ന് പറയണം. എന്താ വൈജയ്, എന്താ ഉണ്ടായത്? ഞാൻ അവിടെ ഒന്ന് മയങ്ങിപ്പോയി. ഓ, അത് തന്നെ, നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മയങ്ങിപ്പോണം. ഈ അലീന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നറിയോ? ഞാനില്ലാത്ത സമയത്ത് ഇയാള് ബെഡ്റൂമിൽ കയറ്റി. ഇത് കേട്ട മുത്തശ്ശി ഇങ്ങനെ വാപ്പൊളിക്കുന്നത്. എന്താ വൈജയ്, നാവുണ്ടെന്ന് കരുതിയിട്ട് എല്ലാം വിളിച്ചു പറയണമെന്ന് നിന്നോട് ആരായി പറഞ്ഞത്? പിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ്. ഇനി ആര് സപ്പോർട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അലീനയുടെ ബാഗിൽ അവളുടെ ഡ്രസ്സുകൾ കുത്തി നിറക്കാട്ടോ. എന്നിട്ട് അലിയുടെ കയ്യിൽ കൊടുക്കാം. മര്യാദക്ക് ഇപ്പം തന്നെ കിട്ടുന്ന വണ്ടിക്ക് പോയിക്കോ, ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. അങ്ങനെ കുറച്ച് രൂപ എടുത്തിട്ട് അലിയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിന്നോട് പോവാനാ പറഞ്ഞത്, ഇനി നിന്നെ കണ്ടുപോകരുത്. നിന്റെ എന്തെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോയിക്കോ എന്ന് പറയാണ്. കണ്ണീരോട് കൂടെ അലീന തൻ്റെ ബാഗിലേക്ക് തൻ്റെ മമ്മിയുടെ ഫോട്ടോ എല്ലാം ആക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം കഴിയുമ്പോൾ അവൾക്ക് എവിടേക്ക് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല കേട്ടോ. ആ ഒരു സമയത്താണ് മനുവിൻ്റെ കാറ് അവളുടെ മുമ്പായിട്ട് വന്ന് നിൽക്കുന്നത്. എവിടെ പോവാ? ബാഗും പെട്ടിയും കൊടുക്കുകയൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് പോവാ. അല്ല അലീന, എങ്ങോട്ട് പോവും? മനു ചോദിക്കാണ്. അത് പിന്നെ ഞാൻ വന്നിടത്തേക്ക് പോവും. അതിനവിടെ ഇപ്പോൾ അങ്ങനൊരു അനാഥാലയം ഇല്ലല്ലോ. എന്നാലും അവിടെ എനിക്കറിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നീ വണ്ടിയിൽ കയറി. ഞാനില്ല മനുവേട്ട. എന്നിട്ട് വേണം മനുവേട്ടനെ പോലും ഞാൻ നാശാക്കിയെന്ന് പറയാൻ. നിന്നോട് വണ്ടിയിൽ കയറാനാ പറഞ്ഞത്. ഞാനല്ലേ നിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അലീനെ വണ്ടിയിൽ കയറ്റി മനു കൊണ്ടുപോകുന്നത് അവൻ്റെ വീട്ടിലേക്കാട്ടോ. കമലയാണെങ്കിലോ അവർ രണ്ടുപേരും വരുന്നത് കാണുമ്പോൾ, എന്താ മനു, എന്താ ഇവളിവിടെ ജോലിയൊന്നുമില്ല? അതിന് ഇവൾ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. അതിനുള്ളിൽ ഞാൻ ജോലി ശരിയാക്കിയിട്ട് അവളെ ഞാൻ എവിടേക്കെന്ന് വെച്ചാൽ മാറ്റിക്കോളാം. അത് പറ്റില്ല, ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നില്ലേ 2 ദിവസം? അത് പറയാൻ അമ്മയ്ക്ക് എന്താ അധികാരം? അപ്പോഴേക്കും ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശിവന് അറിയാം ഇപ്പോൾ അലീന തൻ്റെ വൈജയുടെ മകളാണെന്നും തൻ്റെ അച്ഛൻ അന്ന് കൊണ്ടുവിട്ടതാണെന്നും. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ, എന്താ മനു, എന്താ കാര്യം? അതെ, അലീന ഇവിടെ 2 ദിവസം നിൽക്കുന്നുണ്ട്. അവൾക്കൊരു ജോലി ശരിയാവുന്ന പോലെ അവിടുന്ന് ആൻറ്റി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇവളുടെ കയ്യിലിരിപ്പോടായിരിക്കും, അല്ലാതെ വെറുതെ ഒന്നും ഇരുത്തിവിടില്ല. അതേ അമ്മേ, വെറുതെ ഓരോരുത്തരെ കുറിച്ച് അനാവശ്യം പറയരുത്. വൈജയ ആൻറ്റിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയില്ലേ എന്ന് ചോദിക്കാൻ ഒടുവിൽ ശിവൻ പറയുന്നത്, 2 ദിവസത്തെ കാര്യമില്ല കമലെ, അവൾ ഇവിടെ നിന്നോട്ടെ. അങ്ങനെ മനുവിൻ്റെ അടുത്ത് ഇല്ല ഞാൻ പോയിക്കോളാം എന്ന് അലീന ആണയിട്ട് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ പിന്നെ മനുവിൻ്റെ അന്വേഷണം അലീനയുടെ അച്ഛനെ കുറിച്ചാണ് അലീന മനുവിനോട് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം. അതറിഞ്ഞേ മതിയാവും. ഒന്നല്ലെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനെ അറിയാം, അല്ലെങ്കിൽ പിന്നെ
ആർക്കും അറിയാമെന്ന് കരുതിയാൽ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാവും. മനു പിന്നെ അതിനുള്ള അന്വേഷണത്തിലായിരിക്കട്ടോ. അങ്ങനെ ഒടുവിൽ മനു അത് കണ്ടെത്തിയിരിക്കുന്നു. അലീനയുടെ അച്ഛൻ ആരാണെന്നും വൈജയന്തിയും അയാളും തമ്മിൽ എന്ത് ബന്ധമായിരുന്നെന്നും അവർ വിവാഹം വരെ രജിസ്റ്റർ ചെയ്തവരായിരുന്നു. പിന്നീടാണ് അവർ രണ്ട് വീട്ടുകാരും ജാതി മതത്തിൻ്റെ പ്രശ്നത്തിൽ വേർപിരിക്കായിരുന്ന കാര്യവും അലീന അറിയുന്നത്. അതോടുകൂടെ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രയാസങ്ങളും അലീനയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ മാമച്ചൻ്റെയും രേസാമ്മയുടെയും രേവതിക്കുട്ടിയുടെയും ഒക്കെ സ്റ്റോറികൾ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞത് അലീനയുടേത് മാത്രമാണ്. അവരുടെ സ്റ്റോറിയിലും വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഈ അലീനയുടെ ആൻറ്റി, അതായത് അച്ഛൻ്റെ പെങ്ങളായിരിക്കും മാമച്ചൻ്റെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വരാൻ പോയിരുന്ന കുട്ടി. ആ മകന് പ്രണയിച്ചിരുന്ന കുട്ടി അവളായിരിക്കും. അവളുമായിട്ടായിരിക്കും അവരുടെ വിവാഹം വരെ ഉറപ്പിച്ചിട്ടുണ്ടാവുക. ആ സമയത്താണല്ലോ മാമച്ചൻ്റെ മകൻ മരിക്കുന്നത്. അപ്പോൾ ആ വിവാഹം മുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അലീന ചെല്ലുന്ന സമയത്ത് ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ഈ ആൻറ്റിയെ കാണാണ്. ആ ആൻറ്റിയുടെ മാനസിക നില ആകെ തെറ്റിയിട്ടുണ്ടാവും. ഒരു ഭ്രാന്ത അവസ്ഥയിലായിരിക്കട്ടോ. പതിയെ പതിയെ അലീനയാണ് കേട്ടോ ആ കുട്ടിയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത്. പഴയ ഒരു ആളാക്കി മാറ്റുന്നത് അലീന തന്നെയാണ്. അവളുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം രേവതിക്കുട്ടിയാട്ടോ ഇങ്ങനെ ഗർഭിണിയായിരുന്നു, ആ പ്രസവിച്ചു എന്നൊക്കെ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി ആ ഒരു കത്ത് കണ്ടല്ലോ. ആ ഒരു സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു എന്ന് രേവതിക്കുട്ടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ വീട്ടിലേക്ക് വരുന്ന അലീനയും അത് കണ്ടുപിടിക്കുകയാണ്. അവൾ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പ്രസവിച്ചുടഞ്ഞ് അവർ മാറ്റിയതായിരിക്കുമെന്ന് അറിയാം. ആ കുഞ്ഞൊടുവിൽ നമ്മളെ ചിന്നുമോളാണെന്നൊക്കെ ഇവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റോറിയും ഇതിലേക്കിടയിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മളെ വൈജയന്തി മനസ്സിലാക്കുന്നത് അലീന തൻ്റെ മകളാണെന്ന കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീന. തൻ്റെ അച്ഛനൊരു ഗൗരവക്കാരനാണ്, എന്നാലും ആ മുഖത്ത് ഒരു പട്ടാളക്കാരന് ഗൗരവമൊക്കെ ഉണ്ടെങ്കിലും അലീനയോട് വളരെ സൗമ്യമായിട്ടാട്ടോ അയാളുടെ മനസ്സിൽ അവളോട് സ്നേഹം മാത്രമാണ്. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു വൈജയന്തിയും അവളുടെ അമ്മയൊക്കെ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം അയാൾ ആഗ്രഹിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച ജീവിതമല്ല കിട്ടിയത് മനസ്സിലാക്കിയ ലാലിച്ചൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസമായിരുന്നു. ലാലിച്ചൻ എപ്പോഴും ഒരു ഗൗരവക്കാരനും ദേഷ്യക്കാരനൊക്കെ ആയിട്ട് നമ്മളെ വൈജയന്തിയുടെ പോലെ തന്നെയായിരുന്നു. വൈജയന്തി എങ്ങനെയാണോ ഇവിടെ പെരുമാറുന്നത് ആ ഒരു രീതി തന്നെയാട്ടോ അവിടെ ലാലിച്ചൻ്റെയും പെരുമാറ്റം. ഒടുവിൽ അച്ഛനെ മൊരുക്കിയെടുക്കുന്നുണ്ട് അലീന. അങ്ങനെ അച്ഛനും മോളും കൂടെ വളരെ സൗഹൃദത്തിൽ നല്ല രീതിയിൽ കളിക്കൂട്ടുകാരായിട്ട് പോവായിരിക്കും. അങ്ങനെ ഈ അലീനയെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ലാതെ വൈജയന്തിക്കാണെങ്കിൽ വളരെ ആശ്വാസമാട്ടോ അവളുടെ വീട്ടിൽ. ആ സമയത്ത് മുത്തശ്ശി ഒന്ന് പറയുന്നുണ്ട്, എടി നിനക്ക് ഇപ്പോൾ സമാധാനമായില്ലേ? ആ പെൺകൊച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ നിനക്ക് എന്തായിരുന്നു ഇത്ര ധൃതി? അവളെ നിൻ്റെ മോളെ പ്രായമാവുന്ന പെണ്ണയല്ലേ ഉള്ളൂ, അതും കരുതി എൻ്റെ മോളൊന്നല്ലല്ലോ എന്ന് പറയാണ്. ആര് പറഞ്ഞു നിൻ്റെ മോളല്ലെന്ന്? നിൻ്റെ മോളെ തന്നെയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വൈജയെ കുത്തിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വൈജയന്തി അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രനാണെങ്കിൽ വളരെ പരവേശയാവട്ടോ, വയ്യാതെ ആവുന്നുണ്ട്. ഒരു പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായതാണോ അലീന വൈജയൻ്റെ മകളാണെന്ന് അറിയുമ്പോൾ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ബാലചന്ദ്രന് തീരെ സുഖമില്ലാതെ ICUവിലാവുന്നുണ്ട്. അതിനുശേഷം അവർ പറയും ബാലചന്ദ്രൻ ഇങ്ങനെ ICUവിലായി കിടക്കുന്ന സമയത്ത് വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് അലീനയെ ഒന്ന് കാണണം, നീ ദേഷ്യമൊന്നും പറയരുത്. അലീനയെ കാണാനോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? വേലക്കാരി പെണ്ണെ കാണാനാണോ നിങ്ങളുടെ ആഗ്രഹം? മരിക്കാൻ കിടക്കുമ്പോഴും ഇത് തന്നെ ആയിരിക്കണം ആഗ്രഹം. വൈജയൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എനിക്ക് അവളെ കാണണം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അതൊന്നും പറ്റിയില്ല, പക്ഷേ എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ ഇത് സാധിപ്പിച്ച് തരണം. ഒടുവിൽ മനുവിൻ്റെ അടുത്ത് വൈജ പറയുന്നുണ്ട്, നിൻ്റെ അങ്കിളിനെ അവളെ കാണണം, ആ വേലക്കാരി എന്ന്. ആൻറ്റി എന്താ എപ്പോഴും അവളെങ്ങനെ വേലക്കാരി എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന ആൻറ്റി? ഇതിനൊക്കെ ഖേദിക്കൂട്ടോ. ഞാനൊന്നും ഖേദിക്കാൻ പോകുന്നില്ല. നിൻ്റെ അങ്കിളിനിപ്പോൾ അതാണത്ര ആഗ്രഹം. അവളെ കണ്ടാലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാലോ, അവളെ പോയി കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ മനു അലീനയെ കണ്ടെത്താനായിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്നെ അലീനയോട് ഇങ്ങനെ ബാലചന്ദ്രന് തീരെ സുഖമില്ലെന്നും നിന്നെ കാണണമെന്ന് ആഗ്രഹം പറയണമെന്ന് പറയുമ്പോൾ അലീന വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ ലാലിച്ചനോട് പറയും, ഞാൻ നിന്നിരുന്ന വീട്ടിലെ സാറിന് തീരെ സുഖമില്ലെന്ന്, എന്നെ കാണണമെന്ന്. അതിനെന്തിനാ അയാൾ നിന്നെ കാണുന്നത്? എനിക്കൊരു അച്ഛൻ്റെ സ്നേഹം പരിഗണയും തന്നിരുന്ന ഒരു മനുഷ്യനാണ്. പാവം, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം ഭേദമാവാൻ പ്രാർത്ഥിക്കുകയും വേണം.
ശരി ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് ലാലിച്ചനാട്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അലീന വലിയൊരു കാറിൽ വന്ന് ഇറങ്ങുന്നത് ജനാൽ വാതിലൂടെ വൈജയന്തി കാണുന്നുണ്ട്. ഓഹോ, ഇപ്പോൾ അവൾ ഏതൊരു പണക്കാരനെയാണോ ആവോ വല വീശി പിടിച്ചത്. എന്തായാലും അവൾ മിടിക്കാണ്. അവളുടെ വരവ് കണ്ടില്ലേ, അലീന പഴയതുപോലെ നല്ലൊരു അടിപൊളി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ആ പഴയ ഒരു അനാഥ കുട്ടി എന്ന ആ ഒരു ലെവലിൽ നിന്ന് മാറി അലീന ഇപ്പോൾ നല്ലൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അലീനെ കണ്ടതും വൈജയന്തി പറയും, ഓഹോ നിന്റെ വേഷത്തിലും പരിഷ്കാരത്തിലൊക്കെ മെച്ചപ്പെട്ടല്ലോ, ഇപ്പോൾ ആരാടി നീ വല വീശി പിടിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തിയോട് അവൾ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇതിന് മറുപടി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പതിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഐസിയുടെ വാതിൽ തുറന്ന് ബാലചന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ബാലചന്ദ്രനെ കണ്ടിട്ട് അവൾ സംസാരിക്കുക, എന്ത് പറ്റിയതാ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ? അറിയില്ല മോളെ, എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നി. ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ വൈജ അറിയണ്ടേ? വേണ്ട, ഒരിക്കലും അറിയണ്ട, എന്നെ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എന്നെ കണ്ട ദേഷ്യമാണ്, പിന്നെ എന്തിനാ പറയുന്നത്? എന്നാലും ഞാൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് പറയണം. അതിന് സാറ് മരിക്കുമെന്ന് ആരാ പറഞ്ഞത്? ഇനിയും ഒരുപാട് വർഷം ജീവിച്ചിരിക്കാനുള്ളതാ, ഇങ്ങനൊന്നും പറയില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുന്നുണ്ട്. അസുഖമൊക്കെ മാറും, തിരിച്ച് പഴയതുപോലെ നടക്കും. കുറച്ച് ദിവസം സാർ ICU മാറിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അവിടേക്ക് വരാം. ഇനിയിപ്പോൾ മാഡം എതിർത്താലും കുറച്ച് ദിവസം ഞാൻ അവിടെ നിൽക്കാം, അതൊന്നും വേണ്ട. എന്തായാലും എണീറ്റിരിക്കുന്ന പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എണീറ്റിരിക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ അലീനയുണ്ട് കേട്ടോ. അലീന ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. തൽക്കാലം ആൾ രക്ഷപ്പെട്ടു. 2 അറ്റാക്കായി ഇപ്പോൾ കഴിഞ്ഞത്. ഇനി മരുന്ന് പതിവായി കഴിക്കണം, ഇനി ടെൻഷനൊന്നും ആവരുതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ ആയുസിൻ്റെ എണ്ണം കുറിക്കപ്പെട്ടല്ലേ? അങ്ങനൊന്നും പറയാൻ ആയിട്ടില്ല. ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എല്ലാം. ആയുസ് ഒരാൾ എപ്പോൾ ജീവിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹിക്കുന്നതും അത് കൽപ്പിക്കുന്നതും ദൈവമാണല്ലോ. പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ സുഖമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അദ്ദേഹത്തെ കണ്ടിട്ട് മടങ്ങുന്ന സമയത്ത് വീണ്ടും വൈജയന്തി, ഓഹോ അവളെ കണ്ടപാടെ നിങ്ങളുടെ അസുഖമൊക്കെ പറന്നല്ലോ, നിങ്ങളുടെ അഭിനയമായിരുന്നല്ലേ? എൻ്റെ വൈജി, ഇതൊരു ഹോസ്പിറ്റലാണ്, നീ മിണ്ടാതിരിക്കോ? ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അവിടെ ഉണ്ടായിരുന്ന മനുവിനോടും മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞ് അവളെ കാറ് കയറാൻ വേണ്ടി പോവാണ്. ആ ഒരു സമയത്ത് ലാലിച്ചൻ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അലീന വരാത്തതുകൊണ്ട് തന്നെ മുഷിച്ചിലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാട്ടോ. അയാളുടെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ടാവും, അത് കത്തിക്കാനായിട്ട് ഇങ്ങനെ വിളക്കൊക്കെ നോക്കുന്ന സമയത്ത് കയ്യിലുള്ള വിളക്ക് നോക്കുന്ന സമയത്ത് കത്തുന്നില്ല. അങ്ങനെ ആ 2 പുറം നോക്കാണ്. അങ്ങനെ തിരിച്ച് അലീന കാറിൽ പോയി കയറാൻ നിൽക്കുന്ന സമയത്തും ഈ വൈജ ഈ ജനലവാതിലൂടെ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾ ഇങ്ങനെ ആ ഒരു കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും നോക്കുകയാണ്. അപ്പോഴാണ് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അയാൾ. എൻ്റെ മോളെ, നീ കണ്ടോ എല്ലാവരെയും എന്ന് ചോദിക്കുന്നുണ്ട്. അതെ കണ്ടല്ലോ. അല്ല, നിൻ്റെ അമ്മ എന്ത് പറഞ്ഞു? എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അത് ഞാൻ മകളാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇഷ്ടമല്ലാത്തത്. ഇത് കണ്ട വൈജയ്ക്ക് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നട്ടോ. 22 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരുപാട് ആഗ്രഹിച്ചു വിവാഹം കഴിച്ച തൻ്റെ ഭർത്താവെന്ന് വിശ്വസിച്ചിരുന്ന ലാലിച്ചനെ കൺമുമ്പിൽ കണ്ടതും വൈജയ്ക്ക് തൻ്റെ ഉടല് വിറക്കുന്ന പോലെ ബോധം കെട്ട് വീഴുന്ന പോലെ തോന്നാണ്. ആ ജനവാതിലൂടെ തന്നെ ആ കമ്പിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ട് അവൾ നിൽക്കുമ്പോൾ, എന്താ ആൻറ്റി, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. അവൾ ആര് കൂടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവളുടെ അച്ഛൻ്റെ കൂടെ. അവളുടെ അച്ഛനോ? അതെ ആൻറ്റി, അവളുടെ അച്ഛനാണത്. അത് കേട്ട വൈജ ആകെ നെട്ടിത്തരിക്കുന്നുണ്ട്. അതിനവൾ അനാഥയല്ലേ? അവളെ ആൻറ്റിയെപ്പോലെ ഒരാൾ പ്രസവിച്ച പെൺകുട്ടി തന്നെയാണ്, അതവളുടെ അച്ഛനാ. പക്ഷെ അമ്മക്ക് അവളെ തിരിച്ചറിയുന്നില്ല. പക്ഷെ അച്ഛന് മകളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, മകളായിട്ട് അംഗീകരിക്കുകയും ആ കുടുംബത്തിലാണിപ്പോൾ അവളെന്ന് പറയുന്നുണ്ട്. ആ വീട്ടിലും അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നാലും അവളുടെ നന്മ ആൻറ്റി തിരിച്ചറിഞ്ഞില്ലോ. അപ്പോഴും വൈദ്യൻ്റെ വാപ്പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. എന്തൊരു മഹാപാപിയാണ് ഞാൻ എൻ്റെ കൺമുമ്പിൽ വന്നിട്ടും അറിഞ്ഞില്ലല്ലോ, എന്നെ ചതിച്ചതാ, എല്ലാവരും കൂടെ എന്നെ ചതിച്ചതാ. എൻ്റെ മോള് മരിച്ചെന്ന അന്നവർ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ 22 വർഷം കഴിഞ്ഞപ്പോൾ അത് വലിയ പെണ്ണായിട്ട് അവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. മനു, എല്ലാവരും കൂടെ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ എന്നെ ചതിച്ചതാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അവിടേക്ക് വന്ന മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് വൈജ, കണ്ടോ അമ്മേ, എൻ്റെ മോള അലീന, ഞാനതൊന്നും അറിഞ്ഞില്ലല്ലേ, എന്തൊരു മഹാപാപ്പിയാണ് അവൾ, എന്തൊക്കെ ഞാൻ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കഥകൾ മെഞ്ഞും. ഈ കാര്യം ബാലചന്ദ്രൻ അറിയാമോ എന്ന് ചോദിക്കാണ്. അറിയാം എന്ന് പറഞ്ഞപ്പോൾ വൈജ നെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ബാലേട്ടൻ എങ്ങനെ? അതൊക്കെ അറിയാം, കുറേ മുമ്പേ ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അലീനയോടൊരു പ്രത്യേക സ്നേഹം കാണിച്ചത്. എല്ലാവരും കൂടെ, അപ്പോൾ ഞാൻ മാത്രമാണോ അറിയാത്തത്? നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിക്കായിരുന്നു എന്ന് പറഞ്ഞ് വൈജയന്തി വാവിട്ട് കരയുന്നുണ്ട്. എന്നാൽ അലീനയോ
ലാലിച്ചനോ ഇതൊന്നും അറിയാതെ തിരികെ പോവാട്ടോ. ഇതെൻ്റെ മോളെ തനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ കീട്ടിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നുണ്ട് വൈജ. അപ്പോഴേക്കും ആ കാറെടുത്ത് അവർ പോയിട്ടുണ്ടാവും. വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മനു. ഇപ്പോൾ ലാലിച്ചൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ചെല്ലേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് കാരണത്താലാണോ അന്ന് പെരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെന്നെ ചതിച്ചതാ. പൂർണ്ണ ഗർഭിണിയാണ് സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ അയാളെ കണ്ടില്ല. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും അധികം വൈകാതെ ആൻറ്റിക്ക് മനസ്സിലാകും. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട. സാറ് അങ്കിള് എല്ലാം മറന്ന് ആൻറ്റി കൂടെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈജയന്തി ചെല്ലുന്നുണ്ട്. മാപ്പെന്ന് പറഞ്ഞ് കൈ കൂപ്പുന്നുണ്ട്. അങ്ങനെ തന്നെ അവർ പറയും. അപ്പോൾ എന്തിനാ വൈജയ്, നീ ഇത്രയും കാലം എൻ്റെ പെണ്ണായതിനു ശേഷം നീ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്കറിയാലോ. വിവാഹത്തിന് മുമ്പേ നിനക്കൊരു തെറ്റ് പറ്റി. അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്നെ എല്ലാവരും കൂടെ ചതിച്ചതുപോലെ നിന്നെ എല്ലാവരും ചതിച്ചതാണെന്ന കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായത്. ബാലചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണ് വൈജ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ വൈജയോട് പറയും, നിനക്ക് നിൻ്റെ മോളെ കാണേണ്ടേ? അലീന നിൻ്റെ മോളാണെന്ന് അറിഞ്ഞതിന് ശേഷം നിനക്ക് അവളെ കാണാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പക്ഷേ ബാലേട്ട, എനിക്കറിയാം ഞാൻ എന്തെങ്കിലും കരുതുമെന്ന് കരുതിയിട്ടല്ലേ. ഞാൻ എന്ത് കരുതാനാ? നീ അവളെ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അവളെപ്പോലൊരു മോള് നമുക്ക് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടുമോ വൈജയ്. അവൾ നമ്മുടെ മോളായിട്ട് തന്നെ വളരട്ടെ, എൻ്റെയും നിൻ്റെയും മോളായിട്ട്. ആ സമയത്ത് അലീന ബാലചന്ദ്രനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. വൈജ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ അലീന ഇങ്ങനെ നോക്കുകയാണ്. മോളെ മാപ്പ്, ഞാൻ നിന്നെ അറിഞ്ഞില്ല. എല്ലാവരും കൂടെ ചതിച്ചതാ. നിന്നെയും നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. നിൻ്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് പോയെങ്കിലും ഇനിയൊരു ജീവിതമില്ലെന്നും നിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയണമെന്ന് ആഗ്രഹിച്ച ഈ അമ്മയാണ്. പക്ഷേ എല്ലാവരും കൂടെ എന്നെ ചതിച്ചു, നിന്നെയും ചതിച്ചു. നീ മരിച്ചു പോയെന്ന അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് വൈജ അലിയുടെ മുമ്പിൽ മാപ്പ് പറയാണ്. കണ്ണീരോട് കൂടെ അലീന വൈജിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മേ പോട്ടെ, ഒരുപാട് ആഗ്രഹിച്ചതാ അമ്മ എന്ന വിളി ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ അപ്പോഴൊന്നും അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലും അമ്മ എന്നെ അറിഞ്ഞില്ല. എന്നെ ഒരുപാട് നോവിച്ചു. അതെല്ലാം എന്നെ ആ മോളാണെന്ന് അറിയാതെയാണെന്ന് എനിക്കറിയാം. എന്നാലും അമ്മയുടെ അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലായി. നിൻ്റെ അച്ഛനെ കുറിച്ച് നീ മിണ്ടരുത്. അയാളാ എല്ലാത്തിനും കാരണം. അല്ലമ്മേ, അങ്ങനെ ഒരിക്കലും പറയരുത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയെപ്പോലെ നിസ്സഹാവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെതും. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചതിച്ചതല്ല. നിങ്ങളെ ചതിച്ചത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മറ്റു പലരുമാണ്. അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ പഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. ലാലിച്ചനെ കാണാനും മാപ്പ് പറയാനും വൈജയന്തിക്ക് വല്ലാതെ ആഗ്രഹമുണ്ടെങ്കിലും ബാലചന്ദ്രനോട് അത് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി വൈജയന്തി അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ലാസ്റ്റായിട്ട് വരുന്ന ഒരു സീനൊക്കെ. പക്ഷേ മനു അലീനയെ വിവാഹം കഴിക്കുന്നതും കമലയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോഴൊന്നും നമ്മുടെ വൈജയുടെ മകളാണ് അവളെന്ന കാര്യം കമലയ്ക്കും അറിയില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുള്ളത്. അത് വായിച്ച ഒരു എക്സ്പീരിയൻസിലാട്ടോ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമോ എന്നറിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.